എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ചേച്ചി വാ, അവിടെ ഇരിക്കും. എടാ, അത് പിന്നെ നീ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായി. ഇത് ഞാനും ആരോ ഒരു 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. അതെ, എന്താ പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് നിന്നോടല്ല, ഇവളോടാ സംസാരിക്കാനുള്ളത്. നീ എല്ലാം നിന്റെ തന്തയുടെ അടുത്ത് നിന്ന് വിളമ്പിയല്ലേ? എന്താ? അവന്റെ ജീവിതം തുളച്ച് എനിക്ക് മതിയായില്ലേ? നിന്റെ തന്ത അങ്ങേര് ചുമ്മാ കാര്യം അറിയില്ലാണ്ട് അവനെ പിടിച്ച് തല്ലിയ. നീ എന്റെ കൂടെ നടന്നാന്നൊന്നും ഞാൻ നോക്കൂല, നടന്ന് വെച്ച് തരുകയുള്ളൂ. ഞാൻ അതിന് എന്തോന്നാ ചെയ്തേ? എന്തോന്നാ കാണിക്കുന്നേ? നീ മാറി നിക്കടി പുല്ല്, അല്ലെങ്കിൽ ഓങ്ങിയ കൈ നിന്റെ കാരണം തിരിച്ചു. ചുമ്മാ ചേച്ചീനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ആർക്ക് വേണോടി ഇതിന്റെ സമ്മതം? നീ എന്റെ ആരാ? കെട്ടിയോളോ, കാമുകിയോ, അതോ പെങ്ങളോ? നീ മയക്കെടുത്താണോ അവളെ? അതോ നീയും അവളെ പോലെ മാനം വിറ്റ് നടക്കുവാണോ? നിന്റെ കൂടെ ഉണ്ടല്ലോ ഏതൊരു ചെറുക്കൻ. മൈൻഡ് യുവർ വേർഡ്സ്. താൻ ആരോടാ എന്താ പറയുന്നെന്ന് ആലോചിച്ചിട്ട് വേണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കിടന്ന് ഓവറാക്കേണ്ട കാര്യമുണ്ടോ അതിനൊക്കെ? പിന്നെ നിന്റെ തന്തയെ പറഞ്ഞ് മനസ്സിലാക്ക്, നീ അവന്റെ കൂടെ എല്ലാം കിടന്ന് ഉണ്ടാക്കിയെന്നും. ഇനി ആ ചേട്ടയുടെ സ്ഥാനത്ത് ആരവിന്റെ പേരെങ്ങാനും നീ പറഞ്ഞ ഞാൻ കാരണം ഇതൊന്നും എനിക്കൊരു പുത്തിരിയല്ല ചേച്ചി. ഐ എം റിയലി വെരി സോറി. എന്തോന്ന് ചേച്ചി ഇത്? ഞാൻ ഇത് കൂടുതൽ കേട്ടേക്കണേ. എന്നാലും ചേച്ചി പറയാനുള്ള കാര്യം പറ. അത് പിന്നെ ആരവായിട്ടുള്ള റിലേഷന് മുന്നേ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അഖിൽ. അവനായിട്ടുള്ള റിലേഷൻ എനിക്ക് പാതി മടുപ്പായിരുന്നു. ആ റിലേഷൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആരവായിട്ട് മിണ്ടിയത്. അവൻ ശരിക്കൊരു ബെറ്റർ പേഴ്സൺ ആയിരുന്നു. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആകുമായിരുന്നു. ആരവനെ പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്ക് അവനോടൊരു നോ പറയാൻ തോന്നിയില്ല. നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയപ്പോൾ അവൻ എന്നോട് ചോദിക്കുമായിരുന്നു എൻ്റെ എക്സിനെ പറ്റിയൊക്കെ. ബട്ട് അങ്ങനെ ഒരാളില്ല, നീയാണ് എൻ്റെ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരു ദിവസം അഖിൽ ആ റിലേഷൻ കണ്ടുപിടിച്ചു. ബട്ട് അവൻ എന്നോട് വഴക്കുണ്ടാക്കിയില്ല, കരഞ്ഞില്ല. അവൻ എൻ്റെ ലൈഫിൽ നിന്ന് പോകാം, ബട്ട് അവൻ എന്നെ അറിയണം, എൻ്റെ ശരീരം അവന് വേണം എന്നൊക്കെ പറഞ്ഞു. കുറേ പ്രാവശ്യം ഞാൻ ഒഴിഞ്ഞു വരും, ബട്ട് ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ ആരുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അവൻ എന്നെപ്പറ്റി ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു നടക്കുമെന്നും പറഞ്ഞു. ആരവനെ ഇട്ടിട്ട് പോയാലെന്നുള്ള പേടി കാരണം ഞാൻ അവസാനം അതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ നിന്ന് അവൻ ഒഴിഞ്ഞുപോയി. ബട്ട് അവൻ ഇന്നാൾ വീണ്ടും വന്നു. അന്ന് ഞാൻ അവൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ആരവിനെ കാണിച്ചു. ചേച്ചി, എനിക്ക് ആരവിനെ വിട്ട് കളയാൻ പറ്റില്ലായിരുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും അവന് പോട്ടെ, എൻ്റെ ഭാഗത്താ തെറ്റ്. ഒരു ഭീഷണി എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ആദ്യം അത് അവനോട് പറയണമായിരുന്നു. ചേച്ചി കരയൊന്നും വേണ്ട, എന്തേലും വഴിയുണ്ടാകും. ഞാനിത് അവരോട് പറയരുത്, അവർ മനസ്സിലാക്കും. ഇല്ല, അവനൊരു മനുഷ്യനല്ലേ. സ്റ്റേ പോസിറ്റീവ്, എവറിത്തിങ് വിൽ ബി ഫൈൻ, ട്രസ്റ്റ് മീ. താങ്ക് യു. എന്തിന്? എനിക്കിഷ്ടമല്ല എന്നോട് ഇങ്ങനെ താങ്ക്സും സോറി ഒന്നും പറയുന്ന. ഞാൻ പോട്ടേടാ, എനിക്ക് ക്ലാസ് തുടങ്ങി. ചെല്ല. ആർക്ക് വേണോടി ഇതിന്റെ സമ്മതം? നീ എന്റെ ആരാ? കെട്ടിയോളോ, കാമുകിയോ, അതോ പെങ്ങളോ? നീ മയക്കെടുത്താണോ അവളെ? അതോ നീയും അവളെ പോലെ മാനം വിറ്റ് നടക്കുവാണോ? ഏത് നേരത്താ നീ അത് വിട്? അത് വിടാൻ പറഞ്ഞ അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞൊക്കെ ഞാൻ കേട്ടത്. ആ ശരിയാ എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് നടക്കണോ? നിനക്ക് പറയാൻ എളുപ്പം. ഞാൻ ചെയ്യാത്ത കാര്യത്തിന്റെ ഒരു പേരിൽ. നിനക്ക് അറിയാവുന്നതല്ല ഞാൻ എങ്ങനെ അവളെ കൊണ്ട് കടന്നേന്ന്. എന്നിട്ട് അവൾക്ക് ഇത് ചുമ്മാ ഒരു ടൈം പാസ് ആയിരുന്നിരിക്കണം. കാണണ്ട എനിക്ക് അമ്മായി മോളെ. വെറുത്ത ആ പേരും ആ മുഖം. നീ പോയി കിടക്കാൻ നോക്ക്, സമയം നോക്കിയേ. നീ പോവാണോ? ആടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ശരി, നാളെ ഞാൻ രാവിലെ വന്നേക്കാം. അമ്മ, ഞാനാ. വിടന്നെ. നിനക്ക് അവന്റെ കൂടെ ഉള്ള കറക്ക് ഇതുവരെ തീർന്നില്ലേ? താൻ ആരാ അതൊക്കെ അന്വേഷിക്കാൻ? ഡി നാക്കടക്ക്. പറ്റില്ല, ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി മേലിൽ ഇതുപോലെ എന്റെ കൈ പിടിച്ച് വലിച്ച നീ ഒന്നും ചെയ്യില്ല. ചെയ്യേണ്ടി വന്നാ ഞാൻ
ഡീ നിന്റെ ഈ തോന്നിയാസൊക്കെ നിന്റെ മറ്റവളുടെ അടുത്ത് പോയി എടുത്താൽ മതി. എന്താ? കുറച്ച് ദിവസമായിട്ട് തിരക്കായിപ്പോയി. അതിന്? അതിനല്ല, അതുകൊണ്ട് എനിക്ക് വരാനും വിളിക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ കല്യാണക്കാരൊക്കെ ഏതാണ്ട് ശരിയായ മട്ട. നമ്മുടെയോ? എന്റെ നടക്കില്ല. നീ അല്ല തീരുമാനിക്കുന്ന. എന്റെ കല്യാണക്കാര്യം ഞാൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്ന് തീരുമാനിക്കുകയോ? ഇതിലെനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. ഞാൻ പറയണ സമയത്ത് നീ എൻ്റെ കൂടെ വരും. അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കൊന്ന് കളഞ്ഞ പോലെ ആരും അറിയാതെ നിന്നെ ഞാനൊന്ന് കൊന്നളയും. അതാ നല്ലത്. ആണോ? താൻ കൊല്ലുന്നത് ഓരോരുത്തരും ഉപദ്രവിക്കുന്നൊന്നും ആരും കാണുന്നില്ല എന്നുള്ള വിശ്വാസമല്ല ഇതൊക്കെ. ആണേൽ ഈ വിശ്വാസമൊക്കെ വൈകാതെ പൊക്കോളൂ. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലുള്ള ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെയല്ലേ ദൈവം. എപ്പോഴും ജയിക്കുന്നുള്ള തന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ. ഉണ്ട്. താനൊന്ന് ഇറങ്ങി പൊക്കേ. അച്ചോ, ഞാൻ ശല്യായോ നിനക്ക്? നിർത്തണ്ടോന്ന്? കോഴ്സിനോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എനിക്ക്. അതിന് ഞാൻ പോകാം. പക്ഷെ അടുത്ത തവണ ഞാൻ വരുമ്പോ എന്താ? നമ്മുടെ കല്യാണം. താൻ ഞാൻ പറയും, നീ കേൾക്കും. അത് മതി. ഇനി എന്താ നടക്കാമെന്നൊന്നും എനിക്കറിയില്ല. കെട്ടിയാലും അവൻ എന്നെ കൊല്ലും, ഇല്ലെങ്കിലും. നീ എന്തൊന്നും ചെയ്യാത്തെ? അതോ നീ എന്റെ പൈസക്ക് വേണ്ടിയാണോ ഈ കൂട്ടുകൂടി നടക്കുന്നത്? കീത്തു, നിനക്ക് അറിയാവുന്നല്ല എനിക്ക് ഇതിലൊന്നും എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലെന്ന്. നീ ഉറങ്ങാതിരിക്കുന്ന ദിവസമൊന്നും ഞാൻ അതൊന്നും ആലോചിച്ച് ഉറങ്ങാറില്ല. കണ്ണടയ്ക്കുമ്പോൾ പേടിയാ നിനക്ക് എന്തെങ്കിലും പറ്റുമോന്ന്. ഇതൊക്കെ പറയാൻ എളുപ്പം. അറ്റ്ലീസ്റ്റ് അവന് മുന്നേ വന്ന് നിനക്ക് എന്താ പ്രശ്നം എന്നൊന്നും എനിക്ക് വേണ്ടി നീ സംസാരിക്കാൻ ഉയർന്നിട്ടുണ്ടോ? കീത്തു, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാനുള്ള മൂഡില്ല ഇപ്പോൾ. നീ അവൻ നിർബന്ധിച്ച അവനെ നീ കേട്ടോ? ആ, വേണ്ടി വന്നാൽ അതിനെ ഞാൻ മടിക്കില്ല. അപ്പൊ പിന്നെ എനിക്കാരാ? ഒരു 100 കാണുമല്ലോ. അല്ല, നിനക്കെന്തിനാ എന്നെ? എനിക്ക് എൻ്റെ കാര്യമൊക്കെ പറയാനും ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ. എടാ പറയ്. ഞാനില്ലേ ലക്ഷ്മിയോടുള്ള ദേഷ്യത്തിൽ അന്ന് കീർത്തനോട് മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. നല്ല കാര്യം. ആ കൊച്ചെന്തോന്ന് ചെയ്തിട്ടാ? അവള് വന്നപ്പോൾ തൊട്ട് നീ അവളുടെ പൊക്കത്താലോ? ഞാൻ ജസ്റ്റ് അന്നേരത്തെ ദേഷ്യത്തിൽ വേറൊന്നുമല്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഇടാ, പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനം കൊടുത്ത് സംസാരിക്കാൻ പഠിക്കും. ഇനി എന്നെ പറഞ്ഞു നീ എന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച മര്യാദയ്ക്ക് കൊച്ചിനോട് സോറി പറ. അവൾ വന്നില്ലാലോ, നാളെ വരുമല്ലോ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ ഇപ്പം അങ്ങ് പോകും. ഇപ്പം വേണ്ട, ഞാൻ നൈറ്റ് പൊക്കോളാം. ഇനി പെങ്കൊച്ചിൻ്റെ വീടിൻ്റെ മതിൽ ചാടിയ ചക്കൻ്റെ കൂട്ടുകാരനെന്ന് എന്നെ ആൾക്കാർ കാണുമ്പോൾ പറയാനായിരിക്കും. വെയിറ്റ്, നിനക്കെങ്ങനെ അവളുടെ വീടറിയാം? അതൊക്കെ ഉണ്ട്. നിന്റെ വീടിൻ്റെ ഇറക്കത്തിൽ കാണുന്ന റിലയൻസ് ഇല്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് നടന്നാൽ മതി, കാണാം. എനിക്ക് ആണോന്നും വേണ്ട. മിണ്ടടാ. അവളോട് സംസാരിക്കണോ എന്ന്? വേണ്ട. ഷ്യൂർ? ആ ഷ്യൂർ. ബട്ട് അവൾ പറയുന്നതൊന്ന് ചെന്ന് സംസാരിക്കുക. പറ്റില്ല. അവളുടെ അടുത്ത് നിന്ന് എൻ്റെ കൺട്രോൾ പോകും. എൻ്റെ മനസ്സ് മുഴുവൻ അവൻ്റെ. നീ അത് മറക്ക്, അത് അവളുടെ പാസ്റ്റ് അല്ല. എന്നാലും ഞങ്ങൾ ആ സമയത്ത് ഇഷ്ടത്തിലല്ലായിരുന്നോടാ. എന്നാ പോട്ടെ. ഇത് എനിക്ക് അവളെ ഇഷ്ടമാണ്. നീ സംസാരിക്കാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ സംസാരിക്കും. എനിക്കറിയണം എന്താ കാരണമെന്ന്. ഓടാ. അയ്യോ എടി സോറി. പാതിരാത്രി വന്നാണ് അവിടെ പണ്ടാരമ്മ സോറി പറയുന്നത്. അല്ല, താനെന്തിനും ഇങ്ങോട്ട് വന്ന്? ഇപ്പൊ കേട്ടില്ല? എനിക്ക് തന്റെ സോറി വേണ്ട. എനിക്കറിയാം ഞാൻ എത്ര വൃത്തിയായിട്ട രീതിയിലാണ് നിന്നോടൊന്ന് സംസാരിച്ചെന്ന്. ബട്ട് അത് പെട്ടെന്ന് ലക്ഷ്മിയോടുള്ള ദേഷ്യത്തിന് സോറി. ഐ എം റിയലി വെരി വെരി സോറി. പിന്നെ മിനിഞ്ഞാന്ന് നിന്നെ മതി. തന്റെ ആവശ്യം എനിക്ക് അന്നേ മനസ്സിലായതാ. എടി അതൊന്നും അല്ല, ഞാനപ്പോ നിന്നെ അവനെയും കണ്ടപ്പോ. അല്ല, തനിക്ക് എന്നോട് എന്താ പ്രേമോ? ചുമ്മാ എഴുതാപ്പുറം വായിക്കണ്ട. ആരോ ഒന്ന് സോറി പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അതുപോലെ മനസ്സിൽ തോന്നി പറഞ്ഞില്ലല്ലോ. തന്റെ മനസ്സെന്നെ കല്ലാണോ? താൻ പൊക്കേ. അവള് ലീവാണോ? ആര്? കീർത്തു. ഏത് കീർത്തന? അവൾക്കെന്താ ചെല്ലപ്പേരൊക്കെ? നീ പോയടാ ഒന്ന്. ഞാൻ ശ്രദ്ധിക്കണ്ട്. അന്ന് ഞാൻ കണ്ടത് രണ്ടിന്റെ വർത്താനവും ടാറ്റ പറച്ചിലൊക്കെ. ആരവേ സീരിയസ്ലി എനിക്ക് അവളോടൊന്നുമില്ല. ബട്ട് സംതിങ് അവളെ കാണാതിരിക്കുമ്പോ എന്തോ പോലെ. നീ ഇന്നലെ അവളുടെ അടുത്ത് പോയോ? പോയി. സീരിയസ്ലി? ആ. എടാ, അവള് നിന്നെ ഒന്നും ചെയ്തില്ലേ? എന്തോന്നൊക്കെയാടാ ചോദിക്കുന്നത്?
അയ്യേ അതിലടാ പൊട്ട, നിന്റെ ചെപ്പക്കുറ്റിക്കൊന്നും തന്നില്ലേന്ന്. പിന്നെ കിസ് അടിച്ചിട്ടൊന്നും പറയാത്ത ആളാ. തോള തുറക്കല്ലേ. കിസ്സോ? ആ. എന്നിട്ട് അവളൊന്നും ചെയ്തില്ല? ഇല്ല. എന്തോ? അന്നേരം ഒന്ന് അടിച്ചതാ, പിന്നെ ഇന്നലെ അടിച്ചില്ല കേട്ടോ. എന്റെ അമ്മച്ചിയാണ് സത്യം. സത്യമാണോ എന്തോ? ബ്രോ, അമ്മേനെ തൊട്ട് ഞാൻ സത്യമായിട്ടു, സോ വിശ്വസിക്കേ. ഓ തമ്പ്ര. ഐഷ്, ഇതാരടാ ഇപ്പൊ വന്ന? ഇന്നലെ വന്നു. അവിടെ എങ്ങനെ ആർന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നൊക്കെ കാണാണ്ട് എങ്ങനെ ഇരിക്കുക. അത് നോണ തന്നെ പുളു പുളു. ഒന്ന് പോയേടാ. പിന്നെ കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വലിയ സംഭവം ഉണ്ടായി. പറയ് കേൾക്കട്ടെ. അതൊരു വലിയ കഥയാ, ഞാൻ സമയം കിട്ടുമ്പോ പറയാടി. ഓ, കോളേജ് അങ്ങ് വല്ലാതെ മിസ് ചെയ്തു. കോളേജോ അതോ നിന്റെ അൻഷിത് സാറോ? ഇവിടെ മാങ്ങി പുള്ളിയുടെ കല്യാണമായി. അച്ഛൻ എന്റെ ശ്രുതിനെ കളഞ്ഞിട്ട് സാറ് വേറെ കെട്ടുവോ? എടാ, ഇത് മറ്റേ കൊച്ചല്ലേ? ഏത്? ആ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കണത്. ആന്ന് തോന്നണോ? അയ്യോ, അവക്കെന്താ പറ്റിയേ? തനിക്ക് എന്താ വേണ്ട? എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരണേ? ലക്ഷ്മിക്ക് എന്താ പറ്റിയെന്നറിയോ? ഇത് തനിക്ക് നേരിട്ട് പോയി ചോദിച്ചൂടെ? ചേച്ചിക്ക് തലകറക്കാന്ന്. നിനക്കെന്താ പറ്റിയേ? ഇറങ്ങിപ്പോടോ. ശേ, എന്താ പൊന്നെ ഇത്? ഒരു ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പറയാ? തനിക്കെന്താ വേണ്ടേ? നിനക്കെന്താ പറ്റിയേ? കോളേജിൽ വരാത്തതിന്റെ റീസൺ? എനിക്ക് വയറുവേദന. അയ്യോ, എന്താടോ? പേടിയാ? എന്തിന്? എന്നെ നെഞ്ചിടിക്കണത് എനിക്ക് പുറത്ത് കേൾക്കാം. ആ, നല്ല കാര്യം. അതെ, ഞാൻ അടുത്ത് വരുമ്പോ നിന്റെ ശരീരം ശരിക്കും എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇല്ല. ഉണ്ട്, എനിക്ക് ശരിക്കും അറിയുന്നുണ്ട്. മാറടോ. തന്നെ ഇന്ന് ഞാൻ പേടിച്ചില്ലേ? ഞാൻ ഇല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അതിന് എനിക്ക് തന്നോട് പ്രശ്നമൊന്നും ഇല്ല. എന്നാ ശരി, പോന്നാ. നിനക്ക് എന്നാ പറ്റിയേ? വയറുവേദനയാണ്. അതെന്താ കാരണോന്ന്? പീരീഡ്സിന്റെ 2-3 ദിവസമൊക്കെ ഉണ്ടാകും. അത് തന്നെ ആണോ? അതെന്താ? അല്ല, ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി പറഞ്ഞ കണ്ടേ. ഞാനത് വയറുവേദനയ്ക്ക് ഗുളിക മേടിക്കാൻ പോയതാ. മഫ്തിലി? ആ. ചൂടുവെള്ളം എന്തായാലും ഉണ്ടാക്കി തരണോ? വേണ്ട ചേട്ടാ, ഞാൻ തന്നെ തിളപ്പിച്ചോളാം. നീ ആരാ? എന്താ അവിടെ ചെയ്യുന്ന? ഞാൻ ആരായും നിനക്കെന്താ? അതൊക്കെ എന്നെ അറിയാം, അത് മതി. ആർക്കൊക്കെ അറിയാന്ന് പറഞ്ഞാലും രാത്രി ഒരു പെങ്കൊച്ച ഒറ്റയ്ക്കുള്ള വീട്ടിൽ കയറുന്ന നിന്റെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും? നീ പിന്നെ പുണ്യാളനാണല്ലോ, ചുമ്മാ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. നീ ഇവളുടെ കൂടെ ഏത് നേരം നടക്കുന്നതല്ലേ? ഏയ് ആഷിക്ക് ഇതെന്റെ ഫ്രണ്ടാണ്. നീ ഇങ്ങനെ റേസ് ആവേണ്ട കാര്യമില്ല. നീ ഫുഡ് കൊണ്ടുവന്നല്ലേ, തന്നിട്ട് പൊക്കോ. താനും ഇതാണോ നീ പറഞ്ഞ കോളേജിൽ പോയ ഭയങ്കര സമാധാനാണെന്നൊക്കെ? ഇതാണോടി? ഇവനാണോ നിന്റെ സമാധാനം? ആഷിക്ക് നിർത്ത്. നിനക്ക് അവനോട് റേസ് ആവാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ നീ ആര്യനോടും മിണ്ടാത്ത? ആര്യനോടൊന്നും ചോദിക്കാത്ത എന്താ? നീ എന്തിനാ ഇത്ര നാളെ പേടിയാന്നുള്ള നാടകം കളിച്ചോണ്ടിരുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിപ്പം അറിയണം. നീ എന്തിനാ അങ്ങനെ ഒരു നാടകം എൻ്റെ മുന്നിൽ കളിച്ചു?